നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഡിസംബർ 26 വ്യാഴം 2024. വാർത്തകളിലേക്ക്. ഇനി എം ഡി ഇല്ലാത്ത കാലം. മലയാളത്തിൻ്റെ വിശ്വസാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അന്ത്യം. നൃത്താധ്യാപിക കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ. US-ൽ ബിസിനസ് എക്സിക്യൂട്ടീവ് സീതാര, നർത്തകിയും സംവിധായകമായ അശ്വതി എന്നിവർ മക്കളാണ്. സംസ്കാരം ഇന്ന് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും. 1933 ജൂലൈ 15 പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലായിരുന്നു എം ഡിയുടെ ജനനം. പുനയാർകുളം ടി നാരായണൻ നായരും അമ്മാളു അമ്മയുമാണ് മാതാപിതാക്കൾ. 4 ആൺമക്കൾ. ഇളയ മകൻ മലമക്കാവ് എലിമെൻ്ററി സ്കൂൾ, കുമാരനല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് 1953 രസതന്ത്രത്തിൽ ബിരുദം നേടി. കുറച്ചുകാലം അധ്യാപകൻ. 1954 നടന്ന ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാമത്തെ എത്തിയോടെയാണ് എം ഡി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. 1956 മാതൃഭൂമി സബ് എഡിറ്ററായി ഔദ്യോഗിക സേവനത്തിന് തുടക്കമിട്ട എം ഡി 1968 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായി. 1981 ആ സ്ഥാനം രാജിവെച്ചു. 1989 പീരിയോഡിക്കൽസ് എഡിറ്റർ എന്ന പദവിയിൽ തിരികെ മാതൃഭൂമിയിലെത്തി. 1999 മാതൃഭൂമിയിൽ നിന്ന് വിരമിച്ച ശേഷം കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചു. നിലവിൽ തുഞ്ചൻ സ്മാരക സമിതിയുടെ അധ്യക്ഷനാണ്. നോവൽ, ചെറുകഥ, തിരക്കഥ, നാടകം, ബാലസാഹിത്യം, യാത്രാവിവരണം, ലേഖനം എന്നിങ്ങനെ എഴുത്തിൻ്റെ സമസ്ത രൂപങ്ങളിലും മുദ്ര പതിപ്പിച്ച എം ഡി പത്രാധിപർ എന്ന നിലയിലും അതുല്യനാണ്. ക്ലാസിക്കുകളിലൊന്നായി എണ്ണപ്പെടുന്ന നിർമ്മാലി ഉൾപ്പെടെ 6 സിനിമകളും 2 ഡോക്യുമെൻ്ററികളും സംവിധാനം ചെയ്തിട്ടുമുണ്ട്. 2005 രാജ്യം എം ഡിയെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. സാഹിത്യരംഗത്ത് ഭാരതത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം 1995 ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, മാതൃഭൂമി പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, പത്മരാജൻ പുരസ്കാരം എന്നീ പ്രധാന ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. സിനിമാ തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 11 തവണയും നേടിയ എം ഡിക്ക് JC ദാനിയേൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മികച്ച സംവിധാനമുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 3 തവണ ലഭിച്ചു. എം ഡി വാസുദേവൻ നായർ വിയോഗത്തിൽ സംസ്ഥാനത്ത് 2 ദിവസം ദുഃഖാചരണം. ഡിസംബർ 26, 27 തീയതികളിലെ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെച്ചു. മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിൽ നെറുകയിലെത്തിച്ച പ്രതിഭയെന്ന് എം ഡിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായെന്നും നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. മലയാള സാഹിത്യത്തെയും സിനിമയും പത്രപ്രവർത്തനത്തെയും ഒരുപോലെ സമ്പന്നമാക്കിയ ബഹുമുഖ പ്രതിഭ ആയിരുന്നു ജ്ഞാനപീഠ സമ്മാനിതനായ എം ഡി വാസുദേവൻ നായരെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മലയാളിയുടെ മനസ്സറിഞ്ഞ മാന്ത്രിക തൂലിക ആയിരുന്നു എം ഡി എന്ന 2 വർഷമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മലയാള സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിൽ വെളിച്ചം പാർന്ന് കത്തിക്കൊണ്ടിരുന്ന വിളക്കാണ് അണഞ്ഞതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഒരു ജനതയാകെ മാതൃഭാഷ എങ്ങനെ എഴുതണം, എങ്ങനെ പറയണം എന്ന് ഒരു പേനയുടെ ബലം കൊണ്ട് നിർണ്ണയിക്കാൻ കഴിഞ്ഞ മനുഷ്യനെയാണ് നഷ്ടപ്പെട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടത്. എം ഡി എന്ന 2 അക്ഷരം മലയാള സാഹിത്യത്തിലെ ഹൃദയപക്ഷത്തിൻ്റെ അക്ഷരമുദ്രയായിരുന്നുവെന്ന് KPC അധ്യക്ഷൻ സുധാകരൻ പറഞ്ഞത്. മലയാളം ഉള്ളിടത്തോളം കാലം എം ഡിക്ക് മരണമില്ലെന്ന് മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല. മലയാള കഥയെ, നോവൽ സാഹിത്യ കവിതയുടെ ലാവണ്യ ഭംഗിയിലേക്ക് അടുപ്പിച്ച എഴുത്തുകാരനാണ് എം ഡി എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. എം ഡിയുടെ വിയോഗത്തിൽ തൻ്റെ മനസ്സ് ശൂന്യമാകുന്ന പോലെ തോന്നുന്നുവെന്നും ഞാൻ എൻ്റെ 2 കൈകളും മലത്തി വെക്കുന്നുവെന്നും നടൻ മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. കാണുമ്പോഴൊക്കെ വാത്സല്യം തന്നുവെന്നും ഇടയ്ക്കൊക്കെ ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചുവെന്നും ആ ഓർമ്മകളും വിരൽ തണുപ്പ് ഇന്നും ബാക്കി നിൽക്കുന്ന തനിക്ക് സമ്മാനിച്ച എഴുത്തുവലയും മതി ഒരായുസിലേക്ക് ഇന്ന് നടി മഞ്ജു വാര്യർ. തെന്നിന്ത്യൻ സാഹിത്യ ലോകത്തെയും കലാസ്വാദകരെയും ദുഃഖത്തിലാഴ്ത്തിയാണ് എം ഡിയുടെ വിടവാങ്ങലെന്ന് നടൻ കമലഹാസൻ. അന്തരിച്ച സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായരുടെ ഭൗതിക ശരീരം കൊട്ടാരൻ റോഡിലെ വസതി സീതാരയിൽ എത്തിച്ചു. വൈകിട്ട് 4 വരെ വീട്ടിൽ അന്തിമോചനം അർപ്പിക്കാം. 5 മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാരം. എം ഡിയുടെ വിയോഗ വാർത്തയറിഞ്ഞ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ആരാധകർ അടക്കം വൻ ജനാവലി എത്തിയിരുന്നു. മുഖ്യമന്ത്രി വിമാനത്തുള്ളിൽ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കുറ്റപത്രത്തോടെ മുഖം തിരിച്ച് കേന്ദ്ര സർക്കാർ. ഏപ്രിലാണ് കുറ്റപത്രം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിക്കായി അയച്ചത്. ഓഗസ്റ്റിൽ സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തിന് കത്തയച്ചു. 8 മാസമായിട്ടും കേന്ദ്രം ഇതേവരെ അനുമതി നൽകിയില്ല. സിവിൽ ഏവിയേഷൻ നിയമം ചുമത്തിയോടെയാണ് കേന്ദ്ര അനുമതി വേണ്ടി വന്നത്. വയനാട് ദുരന്തം ബാധിതരുടെ പുനരധിവാസത്തിന് സർക്കാർ തയ്യാറെടുക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല യൂരാളെങ്കിലും നൽകാൻ ആലോചന. കിഫ്ബിയുടെ കൺസൾട്ടൻസിയായ കിഫ്കോണിന്റെ മേൽനോട്ടത്തിലാവും നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇതടക്കം സുപ്രധാന തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ 2 ടൗൺഷിപ്പാണ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി
എം കെ രാഘവൻ എം പി കേരളത്തിൽ ഭരണത്തിൽ വരിക എളുപ്പമല്ലെന്നും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്നില്ലെന്നും എം കെ രാഘവൻ അഭിപ്രായപ്പെട്ടു. ജയിക്കുമെന്ന ആത്മവിശ്വാസം അബദ്ധത്തിലേക്കുള്ള പോക്കാണ്. നിലവിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ച അനാവശ്യമാണെന്നും രാഘവൻ പ്രതികരിച്ചു. 10ാം ക്ലാസ് ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ സിഇഒയുമായി ഷുഹൈബിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഷുഹൈബ് വിദേശത്ത് കടക്കുന്നത് തടയാനാണ് നടപടി. ചോദ്യം ചെയ്യലിൽ ഹാജരാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഷുഹൈബ് ഹാജരായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ വിദേശത്ത് കടക്കാൻ സാധ്യതയെന്ന് വിലയിരുത്തിയാണ് നടപടി. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ കുറ്റാരോപിതനായ MS സൊല്യൂഷന്റെ സിഇഒയ്ക്കെതിരെ വിശദമായ അന്വേഷണമായി ക്രൈംബ്രാഞ്ച്. ഷുഹൈബിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലുള്ള വിശദാംശങ്ങൾ തേടി ക്രൈംബ്രാഞ്ച് മെറ്റ കമ്പനിക്ക് ഇമെയിൽ അയച്ചു. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ വിവരങ്ങളാണ് തേടിയത്. തീർത്ഥാടകർ ദർശന പുണ്യമേകി ശബരിമലയിൽ തങ്കാങ്കി ചാർത്തിയുള്ള ദീപാരാധന നടന്നു. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തിക്കുറിച്ചുള്ള മണ്ഡലപൂജ ചടങ്ങുകൾ ഇന്ന് നടക്കും. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ദേവസ്വം മന്ത്രി VN വാസവൻ പമ്പയിലെത്തി തങ്കാങ്കി ഘോഷയാത്ര സ്വീകരിച്ചു. വൈകിട്ട് 5:00 ദേവസ്വത്തിന്റെ വിവിധ വകുപ്പുകളുടെയും പ്രതിനിധി സംഘം സന്നിധാനത്തുനിന്ന് ശരംകുത്തിലെത്തി ഘോഷയാത്രയെ ആചാരപൂർവ്വം സ്വീകരിച്ചു. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. മണ്ഡലപൂജ ദിവസമായ ഇന്ന് രാത്രി 11 മണിക്ക് ഹരിഹരാസനം പാടി നട അടയ്ക്കും. മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കും. ജനുവരി 14 മകരവിളക്ക്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ADM നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തുവെന്ന പ്രശാന്തിന്റെ മൊഴിക്കപ്പുറം തെളിവില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ പ്രശാന്തിന്റെ ചില മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകളും ദൃശ്യങ്ങളും ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. പത്തനംതിട്ട തിരുവല്ല കുമ്പനാട്ട് കരോൾ സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. സ്ത്രീകളടക്കം ആക്രമിച്ച സംഭവത്തിൽ കോയിപ്പുറം പോലീസാണ് 5 പേരെ പിടികൂടിയത്. ലഹരിക്ക് അടിമപ്പെട്ട സാമൂഹ്യ വിരുദ്ധരാണ് ആക്രമണം നടത്തിയെന്നാണ് കോയിപ്പുറം പോലീസ് പറഞ്ഞു. ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന് ആത്മഹത്യയിൽ ആരോപണ വിധേയനായ CPM ജില്ലാ കമ്മിറ്റി അംഗത്തെ കേസിൽ ഉൾപ്പെടുത്താതെ പോലീസിന്റെ മെല്ലപ്പോക്ക്. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കെതിരെയാണ് കേസെടുക്കാത്തത്. സജിയുടെ ഭീഷണി സന്ദേശമെത്തിയ സാബുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള തെളിവുകൾ കൂടി കിട്ടിയ ശേഷം സജിക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാനാണ് പോലീസിന്റെ നീക്കം. ഇടത് സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധതയെ എതിർത്ത ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഗവർണർ മാറിയതുകൊണ്ട് രക്ഷപ്പെടുന്ന CPM കരുതലെന്നും ഏത് ഗവർണർ വന്നാലും CPM സർക്കാരിന് ഭരണഘടനാ വിരുദ്ധത നടത്താനാവില്ലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ദീർഘായുസ്സും ആരോഗ്യവും നല്ല ബുദ്ധിയും ഉണ്ടാകട്ടെ എന്ന് മുതിർന്ന നേതാവ് CPM നേതാവ് AK ബാലൻ ഇവിടെ കാണിച്ചതുപോലെ തന്നെ അദ്ദേഹം ബീഹാറിലും അദ്ദേഹത്തിന്റെ പ്രത്യേക കഴിവുകൾ ഉപയോഗിക്കുമെന്നും ആശയിക്കുന്നതായും AK ബാലൻ പറഞ്ഞു. കൊല്ലം ശാസ്താംകോട്ടയിൽ പെയിന്റിംഗ് തൊഴിലാളി തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആലപ്പുഴ കോട്ടപ്ര സ്വദേശി വിനോദ് ആണ് കമ്പിവടി കൊണ്ടുള്ള അടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ അയത്തൽ സ്വദേശി രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൈബർ തട്ടിപ്പുകളുടെ മാസ്റ്റർ ബ്രെയിൻ കൊൽക്കത്തയിലെ പിടികൂടി. കൊച്ചി പോലീസ് പിടിക്കപ്പെട്ട ലിങ്കൺ ബിശ്വാസ് രാജ്യഭാഗമായി പണം തട്ടാൻ ഉപയോഗിച്ചത് 400-ലധികം ബാങ്ക് അക്കൗണ്ടുകളാണ്. കംബോഡിയ കേന്ദ്രീകരിച്ചുള്ള സൈബർ തട്ടിപ്പുകൾക്ക് രാജ്യത്ത് നേതൃത്വം നൽകുന്ന പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊൽക്കത്തയിലെ യുവമോർച്ച നേതാവായ ഇയാൾ തട്ടിപ്പ് പണം എങ്ങനെ ചെലവഴിച്ചെന്നതിലും അന്വേഷണം തുടരുകയാണ്. തൃശൂർ പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം നടന്ന SIക്കെതിരെ നടപടി വേണമെന്ന് CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ് ആണ് SIക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത്. SIയുടെ പള്ളിയിലെ ഇടപെടൽ അനാവശ്യമെന്ന് CPM അഭിപ്രായപ്പെട്ടു. പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം നടന്ന SI അവധിയിൽ പ്രവേശിച്ചു. തൃശൂർ ചാവക്കാട് SI വിജിത്താണ് തന്റെ നടപടി വലിയ വിവാദമായോടെ അവധിയിൽ പ്രവേശിച്ചത്. ശനിയാഴ്ച മുതൽ വിജിത്തിന് ശബരിമല ഡ്യൂട്ടിയാണ്. CPM അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ടു രംഗത്ത് വന്നതിന് പിന്നാലെയാണ് വിജിത്ത് അവധിയിൽ പോയത്. തൃശൂർ യുവാവിനെ അടിച്ചു കൊന്ന ശേഷം മൃതദേഹം പുഴയിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ 6 പേർ അറസ്റ്റിലായി. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസുമായി കൂടിക്കാഴ്ച നടത്തി K. സുരേന്ദ്രൻ. BJPയുടെ സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി ക്രിസ്മസ് കേക്കുമായി എത്തിയതായിരുന്നു സന്ദർശനം. പുതുവർഷത്തെ വരവേൽക്കാൻ ടൂറിസം വകുപ്പ് കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. കാട്ടാന ആക്രമണത്തിൽ പാലക്കാട്ട് പറമ്പിക്കുളം ഹെക്കടിയിൽ വയോധികൻ കൊല്ലപ്പെട്ടു. അണ്ണാ സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്യുന്ന പരാതിയിൽ പ്രതി പിടിയിൽ. സർവകലാശാല സമയം വഴിയോരത്ത് ബിരിയാണി വിൽക്കുന്ന കോട്ടൂർ സ്വദേശി ജ്ഞാനശേഖരൻ എന്ന 30-കാരനാണ് പിടിയിലെന്ന് ചെന്നൈ പോലീസ് അറിയിച്ചു. പ്രതി കുറ്റം സംഭവിച്ചെന്നും പോലീസ് പറഞ്ഞു. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ മുന്നിൽ യുവാവ് സ്വയം തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഉത്തരാഖണ്ഡിലെ ഭീംതാൽ ടൗണിന് സമീപം ബസ് തോട്ടിലേക്ക് മറിഞ്ഞു 4 പേർ മരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.